ഒന്നങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി നിൽക്ക്. എന്നെ എന്തിനെങ്ങനെ പിടിച്ചേക്കണേ? ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? തൊപ്പി പോയോ? എവിടെ ചുമന്ന ലിപ്സ്റ്റിക്ക്? മോനെ, ഇത് വേണോ? വേണം. ഡ്രസ് മാത്രം പോരാ, കുളിപ്പിച്ചിട്ട് എഴുതി കൊടുത്തില്ലെങ്കിലേ എന്നെ ചീത്ത പറയും. കണ്ണു പൊട്ടണ ചീത്ത പറയും. ഉറങ്ങുമ്പോഴും വേണം. നാളെ മുതൽ വേണ്ടല്ലോ. എന്താ ഗോവിന്ദേട്ടാ, എല്ലാരും ഇങ്ങോട്ട് വന്നാൽ എങ്ങനെയാ? ഷോ നടത്തണ്ടേ? എന്താ സുധി, ഇന്ന് ഷോയും നടത്തണ്ടേ? പക്ഷേ ഇന്ന് ആളുകൾ ധാരാളം. ഷോ വേണം. ഷോ മസ്റ്റ് ഗോ ഓൺ. കുറച്ച് ഐറ്റംസ് ചെയ്യുന്നുള്ളൂ, കളി നിർത്താൻ പാടില്ലല്ലോ. എനിക്കിന്ന് കളിക്കണം, കളിച്ചേ പറ്റൂ. അല്ലെങ്കിൽ എന്റെ നെഞ്ചു പൊട്ടിപ്പോ. എന്നെ അനുവദിക്കണം, എന്നെ അനുവദിക്കണം. മഴയത്ത് ഞാനൊരു ചിരിയുടെ കുട ചൂടി, കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ കുട ചൂടി, നോവിൻ കടലിൽ മുങ്ങി തപ്പി മുത്തുകൾ ഞാൻ വാരി, മുള്ളുകളെല്ലാം തേന്മലരാക്കി മാറിലണിഞ്ഞു ഞാൻ. ലോകമേ നിൻ ചൊടിയിൽ ചിരി കാണാൻ, കരൾ വീണമീട്ടി പാട്ടുപാടാം. കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ കുട ചൂടി, കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ കുട ചൂടി. പകലിൻ പുഞ്ചിരി സൂര്യൻ, രാവിൻ പാൽച്ചിരി ചന്ദ്രൻ. ഓ പകലിൻ പുഞ്ചിരി സൂര്യൻ, രാവിൻ പാൽച്ചിരി ചന്ദ്രൻ. കടലിൻ പുഞ്ചിരി പൊൻതിരമാല, മണ്ണിൻ പുഞ്ചിരി പൂവ്. കടലിൻ പുഞ്ചിരി പൊൻതിരമാല, മണ്ണിൻ പുഞ്ചിരി പൂവ്. കേഴും മുകിലിൻ മഴവില്ലാലൊരു പുഞ്ചിരിയുണ്ടാക്കി, വർണ്ണപ്പുഞ്ചിരിയുണ്ടാക്കി. കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ കുട ചൂടി, കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ കുട ചൂടി. കഥനം കവിതകളാക്കി, മോഹം നെടുവീർപ്പാക്കിയോ. കഥനം കവിതകളാക്കി, മോഹം നെടുവീർപ്പാക്കി. മിഴിനീർ പുഴതൻ തീരത്തല്ലോ കളിവീടുണ്ടാക്കി.
ഉണ്ടാക്കി മിഴിനീർ പുഴതൻ തീരത്തല്ലോ കളിവീടുണ്ടാക്കി കുറിഞ്ഞ നെഞ്ചിൻ പാൺമുളയാളൊരു മുരളികയുണ്ടാക്കി പാടാൻ മുരളികയുണ്ടാക്കി കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ കുട ചൂടി നോവിൻ കടലിൽ മുങ്ങി തപ്പി മുത്തുക ഞാൻ വാരി മുള്ളുകളെല്ലാം തെന്മലരാക്കി മാറിലണിഞ്ഞു ഞാൻ ലോകമേ നിൻ ചൊടിയിൽ ചിരി കാണാൻ കരൾ വീണ വീട്ടി പാട്ടുപാടാം കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ കുട ചൂടി കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ കുട ചൂടി വേഷം കിട്ടിയ കലാകാരന്മാർ പലപ്പോഴും കാണുന്ന പ്രേക്ഷകൻ അറിയണമെന്നില്ല. ഉള്ളുലയുന്ന നോവിലും വേദിയിൽ നിന്ന് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ആനന്ദിപ്പിക്കുകയും ചെയ്യുന്ന എല്ലാ കലാകാരന്മാർക്കും ഹൃദയപൂർവ്വം സമർപ്പിക്കുന്നു. സഞ്ജയ്, ചേച്ചി പെർഫോമൻസ് റൗണ്ട് സൂപ്പർ. ഇത് ആരൊക്കെയാണ്? പരിചയപ്പെടുത്തു ഞങ്ങളെ. അച്ഛൻ്റെ കസിനാണ്, അച്ഛൻ്റെ ഏട്ടൻ്റെ മകനാണ്. ഓ ഓക്കെ. അപ്പം പേര് ശ്രീഗിരി. 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 ഓക്കെ. ആ, അപ്പോൾ ഇവർ രണ്ടുപേരും നാട്ടിലിറക്കിയ ഡാൻസേഴ്സാണ്. പ്രിയപ്പെട്ട ചേട്ടന്മാരാണ്. ഈ ചേട്ടൻ ദീപു, അതുപോലെ സുഹേൽ. ഓ ഓക്കെ. Nice. ആ, പിന്നെ ഇവർ രണ്ടുപേരും ഷാജി. ആ. രണ്ടുപേരും ഷാജിയാണ്. രണ്ട് ഷാജി. ആ, ഇത് അച്ഛൻ്റെ ഫ്രണ്ട് ഉണ്ട്, തേങ്കലാകാരാണ്, ഷമ്മി പ്രഭാകർ. അപ്പം ചേട്ടൻ്റെ ചേട്ടനാണ്. ഓക്കെ. പേര് ഷാജിയാണ്. ചേട്ടൻ ഇവിടെ ഗവൺമെന്റ് എംപ്ലോയി ആണ്. ചേട്ടൻ ഗവൺമെന്റ് എംപ്ലോയി ആണ്. ഓക്കെ. അവരിപ്പം ലീവ് എടുത്ത് വന്നേക്കാണ് എനിക്ക് ഇവിടെ പെർഫോം ചെയ്യാൻ വേണ്ടി. അതെ, എന്തായാലും അടിപൊളി പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. എല്ലാവരും അവനെ. അതെ, ഒരു മാനേജറുടെ ആ ശരിയാട്ടാ. ശരിക്കും സർക്കസ് മാനേജർ തന്നെ. സർക്കസ് മാനേജേഴ്സിനാണ് ഈ കളർ കോട്ടൊക്കെ ഉണ്ടാവുക. അല്ല, ആ സൈസും. അതെ. എന്തായാലും എല്ലാരും സഞ്ജയനെ അടിപൊളിയായിട്ട് സപ്പോർട്ട് ചെയ്തു. നമുക്ക് ആ ഒരു സിനിമ കണ്ട ഒരു ഫീലും ആ ഇമോഷൻസും എല്ലാം കൂടെ വന്നപ്പോ ഭയങ്കര അടിപൊളിയായിരുന്നു. ഓക്കെ, നമുക്ക് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു. ശരത് സാർ. സഞ്ജയ് സാറ് നന്നായിരുന്നു. സഞ്ജയ്, കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രത്യേകിച്ച് ഈ ഒരു പാട്ട് നമ്മൾ ഈ ഫിലിമൊക്കെ കണ്ടതാണോ ചക്കര നീ? അപ്പൊ ഈ ഒരു എന്താ പറയണ്ട, ഒരു വളരെ ഞാനിത് പെട്ടെന്ന് ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് മേരാ നാം ജോക്കർ എന്ന് പറഞ്ഞ ഒരു ഫിലിമുണ്ട്, കണ്ടിട്ടുണ്ടോ? അത് കാണണം നിങ്ങൾക്കെല്ലാം ഈ ഇതിനകത്തൊക്കെ കിട്ടത്തില്ല, കാണണം കുഞ്ഞുങ്ങളെ കേട്ടോ. അത് ഉഗ്രം ഫിലിമാണ്, അസാധ്യ ഫിലിം. അത് പ്രത്യേകിച്ച് ആ ജാനേ കഹ എന്നുള്ള പാട്ട് എനിക്ക് ഇങ്ങനെ അതൊക്കെ എത്ര നല്ല പാട്ടുകൾ. അത് മാത്രമല്ല ഉഗ്രം ബ്യൂട്ടിഫുൾ ഫിലിംസാണ്. അതുകൊണ്ട് കാണണം അത് കേട്ടോ. അതൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ഓർത്തു ഞാൻ. നന്നായിട്ട് തന്നെ പാടി കേട്ടോ. അപ്പൊ എനിക്ക് ആകെ ഉള്ളത് നിന്റെ ഒരു ഓയ്ക്കൊരു ക്ലാരിറ്റി ഉണ്ടാവായിരുന്നു മോനെ. പിന്നെ ലോകമേ എന്നുള്ള ആ സസ്റ്റൈൻ പാൽച്ചിരിചന്ദ്രൻ. ആ, അതൊരു കുറച്ചും കൂടെ അങ്ങോട്ട് ചേർന്ന് ഇരിക്കാം. ഈ ആ എന്താ പാൽച്ചിരിചന്ദ്രന്റെ ആ ഒരു ക്ലാരിറ്റി ഒന്ന് പാടാമോ? അത് രാവിൻ പാൽച്ചിരിചന്ദ്രൻ. അത് എപ്പോഴും വരണം, എപ്പോ പാടിയാലും വരണം കേട്ടോ. അതേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയൊക്കെ നല്ലതായിരുന്നു. ആ ലോകമേ അത് ഒന്നുകൂടെ ചേർത്ത് പിടിക്കും. പ്രത്യേക സസ്റ്റൈനൊക്കെ ഉള്ളപ്പോൾ അല്ല ചേരുമ്പോൾ അതിനൊരു സുഖമാണ് കേട്ടോ. ലോകത്തുള്ളവരൊക്കെ കേൾക്കണ്ടേ. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഷാനെ അണ്ണാ ഈ മഞ്ചേരി എനിക്ക് ഇവിടെ ആരാണ് ഇത് പെർഫോം. ഇപ്പൊ ആദ്യം ഒരു ആക്ട് ഉണ്ടായിരുന്നല്ലോ, ഈ ഒറിജിനൽ ഡയലോഗ് ഇട്ടിട്ട്. ഇപ്പൊ ഇത് എനിക്ക് നിന്നെ ഒരിക്കലും മനസ്സിലായില്ല. ഇതിൽ പാട്ടുകാരുണ്ടോ അതോ ഇനി വന്ന് പാടത്തതേ ഉള്ളൂ എന്ന് ഞാനിങ്ങനെ വിചാരിച്ചു. നീ പാടി തുടങ്ങിയപ്പോഴാണ് നമ്മുടെ ചക്കരയല്ല ഇവൻ, നമ്മുടെ ഇവിടെ ഉള്ള പഞ്ചാര. അപ്പോൾ അത് സന്തോഷമായി കുറെ കേട്ടോ. ആരും ഈ ഉടുപ്പിനെ പറ്റി ഒന്നും ചോദിച്ചില്ല, ഇട്ടുകൊണ്ട് വന്നിട്ട് ഞാൻ വളരെ ആഗ്രഹിച്ചു. ഏതാണ് ഉടുപ്പ്? നല്ല ഉടുപ്പ് എവിടുന്ന് കിട്ടിയ ഉടുപ്പ്? പറയൂ സാർ. നമ്മുടെ മേക്കപ്പ് അസിസ്റ്റന്റ് ഇല്ലേ സുഭാഷ്, അവൻ എനിക്ക് സ്നേഹത്തോടെ ഇപ്പൊ മേടിച്ചോണ്ട് തന്നതാ. അപ്പൊ ഞാൻ അത് ഇട്ടിട്ട് എന്റെ സ്നേഹം നിന്നിലേക്ക് ഞാൻ പകർന്നു തന്നിട്ട് അവൻ മേടിച്ചു തന്നല്ലോ, അതൊരു സന്തോഷമാണ്. അതെനിക്കിത് ഇഷ്ടപ്പെടുകയും ചെയ്തു. മനസ്സുണ്ടല്ലോ, അപ്പൊ അതൊരു വലിയ കാര്യം. അതിൽ എന്റെ കറക്റ്റ് സൈസ് ഓൾട്ടർ ചെയ്യാതെ ഒരു കറക്റ്റ് ആയിട്ടൊരു സൈസ് സൂപ്പർ, വലിയ കാര്യം. താങ്ക് യുടാ സുഭാഷേ, സഭാഷ്. ഓക്കെ, താങ്ക് യു സർ. ചേച്ചി
സഞ്ജയ്, മാം ആദ്യം തന്നെ താങ്ക് യു സോ മച്ച്. ഇങ്ങനെ ഒരു ആക്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്തതില് നമുക്കൊക്കെ ഒരുപാട് ഈ സർക്കസ് ഒക്കെ ഒരുപാട് നമ്മുടെ നാട്ടില് കൊണ്ടുവരാറുണ്ട്. ഞാൻ ഇതുവരെ ഒരു സർക്കസ് നേരിട്ട് കണ്ടിട്ടില്ല. അയ്യേ, സാർക്ക് ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ടാവും. ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ചെന്നൈ വന്നാൽ തന്നെ നമ്മള് ഈ ലൈവ് ആയതുകൊണ്ട് ഞാൻ പലതും ആകെപ്പാടെ ഒരു ഒന്നുകൂടെ സർക്കസേ ചെയ്യും. കണ്ടിട്ടുള്ളൂ. അത് ഇങ്ങേരുടെ സാറിന്റെ പാട്ട്. അതിന്റെ ഇടയിൽ സത്യത്തില് ചുമ്മാ നല്ല മഞ്ചേരി ഒറ്റ മനുഷ്യൻ വരാത്തത്. അതെന്താ എല്ലാ സീറ്റും ഒഴിഞ്ഞു കിടക്കുക. സാറിന്റെ പാട്ടായതുകൊണ്ട് എന്താന്ന് സാർ ഈ ഒരു ശരിക്കും പറഞ്ഞാൽ സർക്കസിനെ പറ്റി ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ സിനിമകളിൽ കണ്ടിട്ടുണ്ട്. പണ്ട് കാലത്ത് ഇഷ്ടം പോലെ ആൾക്കാർ കാണാറുണ്ട് സർക്കസ്. അപ്പോൾ അതിൻ്റെ അത് നേരിട്ട് കാണുന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വേറെ തന്നെയാണ്. പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞങ്ങൾ ഇതിനിടയ്ക്ക് മോഹൻ സിത്താര സാറിന്റെ സംഗീതത്തിലല്ലേ ഈ പാട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം മോഹൻ സിത്താര സാറിനെ ആദരിക്കുന്ന ഒരു ഫംഗ്ഷൻ ഈ അടുത്ത് നടന്നു. അപ്പം അന്ന് MG സാറും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് ഒരു സർക്കസ് അരങ്ങേറിക്കൊണ്ടിരിക്കും, അതിൻ്റെ തൊട്ടപ്പുറത്തെ സൈഡിൽ. അപ്പോൾ അന്നും ഞാനിതിങ്ങനെ പുറത്തുനിന്ന് നോക്കി കണ്ടു, ആ കൂടാരം കെട്ടിയതൊക്കെ. ഇതുവരെ അങ്ങനെ അകത്ത് പോയി കാണാനൊന്നുള്ളൊരു അനുഭവം ഉണ്ടായിട്ടില്ല. പക്ഷെ നിങ്ങൾ ശരിക്കും നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലെയുള്ള ഒരു സിറ്റുവേഷനാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തെടുത്തത്. ശരിക്കും നിങ്ങളുടെ എഫേർട്ടിനെ ശരിക്കും ഹാറ്റ്സ് ഓഫ്. കാരണം ഫാന്റാസ്റ്റിക് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ അവിടെ ശരിക്കും നടക്കുന്ന സിറ്റുവേഷനാണ് പുറത്തു കൊണ്ടുവന്നത് നിങ്ങളിപ്പോൾ. ആൻഡ് ഈ ഒരു പാട്ട്, ഈ പടത്തിലുള്ള എല്ലാ പാട്ടുകളും തന്നെ ഫാന്റാസ്റ്റിക് ആണ്. അതിൽ വളരെ മനോഹരമായ ഒരു പാട്ട്. മോനെ ഡീറ്റെയിൽസ് പറഞ്ഞോ? ഇത് ജോക്കർ എന്ന് പറഞ്ഞ മൂവിയിലെ സോങ് ആണ്. അതുപോലെ ഈ പാട്ട് കമ്പോസ് ചെയ്തത് മോഹൻ സിത്താര സാറും, പാടിയത് KG സാറും, വരികൾ എഴുതിയത് യൂസഫ് അലി കേച്ചേരി സാറും. ബ്യൂട്ടിഫുൾ. എന്തായാലും ഈ സെലക്ഷൻ ഒരു വലിയ കയ്യടി. അതുപോലെ നമ്മുടെ ഓർക്കസ്ട്ര വളരെ മനോഹരമായിട്ട് വായിച്ചു. ബ്യൂട്ടിഫുൾ ആയിരുന്നു ശരിക്കും. സഞ്ജയ് എനിക്ക് ആദ്യം കണ്ടപ്പോഴത്തേക്ക് ഇതിലേതാ സഞ്ജയ് എന്ന് ഞാൻ ആദ്യം തപ്പുമായിരുന്നു. കാരണം എല്ലാരും അത് പറയുകയും ചെയ്യാം. സഞ്ജയ്ക്ക് കോട്ട് സൂട്ടാവുന്നില്ലല്ലോ സാറേ എന്ന് പറഞ്ഞു എന്റെ അടുത്ത്. സഞ്ജയ് എന്തായാലും ഒരു വണ്ടർഫുൾ പെർഫോമൻസ്. മോനെ അസലായിട്ട് പാടി. ഈ ഒരു പാട്ട് ഇങ്ങനെ പാടുക എന്ന് പറയുന്നത് തന്നെ ബുദ്ധിമുട്ടാണ്. ഇത്ര ഈസി ആയിട്ട് നല്ല അനായാസമായിട്ട് പാടി. വെരി നൈസ് കേട്ടോ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ഷാനിക്ക, സഞ്ജയ് അടിപൊളിയായിരുന്നു. ഒരു പെർഫോമൻസ് റൗണ്ടിന് നിങ്ങളെല്ലാവരും നന്നായിട്ട് നീതി പുലർത്തിയിട്ടുണ്ട്. പിന്നെ സഞ്ജയ് സർക്കസ് കണ്ടിട്ടുണ്ടോ? എനിക്കൊന്ന് ഈ അടുത്ത് വരെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് നടക്കുന്നുണ്ട്. ഇവിടെ തൃക്കാക്കര തൃപ്പൂണിത്തുറ സൈഡിൽ എവിടെയോ ഒന്ന് പുതിയ കാവില്ല. അതെ, സഞ്ജയ് കണ്ടിട്ടുണ്ടോ നേരിട്ട്? എവിടുന്നാ കണ്ടത്? കണ്ണൂർ. എനിക്കൊന്ന് ഞാനൊക്കെ സർക്കസ് കൊണ്ടുകൊണ്ടിരുന്ന സമയത്ത് മൃഗങ്ങളും ഉണ്ടായിരുന്നു. പിന്നീടാണ് മൃഗങ്ങളെ ഭയങ്കര രസമാണ്. ഈ കുതിര, ആന, കൊരങ്ങൻ ഒക്കെ അവരുടെ തന്നെ ഒരു ഭയങ്കര ഇതിനൊക്കെ പഠിപ്പിച്ചെടുക്കണ്ടേ? അതെ. പിന്നെ ഓഫ് കോഴ്സ് നേരത്തെ പറഞ്ഞ പോലെ ഇവരുടെ കഷ്ടപ്പാട് എന്ന് പറയുന്നത് അത് വേറെ തന്നെ ഒരു കഷ്ടപ്പാട് തന്നെയാണ്. നമുക്കൊന്നും ഒരിക്കലും ചിന്തിക്കാൻ കൂടെ പറ്റാത്ത ഒരു സംഭവമാണ്. കാരണം ഇന്നൊരു സ്ഥലത്താണെങ്കിൽ അടുത്തത് വേറൊരു സ്ഥലത്തായിരിക്കും. അവിടെ കുറേ നാളുണ്ടാവും. പിന്നെ അടുത്ത സ്ഥലത്ത് പോയിട്ട് അവിടെ കുറേ നാളുണ്ടാവും. അപ്പം ആ ഒരു ഹോൾ ആക്ട്, ആ ഒരു സങ്കടം, ഈ പറഞ്ഞ പോലെ ഫ്രണ്ടിൽ എല്ലാവരും ചിരിയും കളിയൊക്കെ ആയിരിക്കും. ആ കേട്ടൻ്റെ പുറകിൽ പോകുമ്പോഴായിരിക്കും അവരുടെ ശരിക്കുള്ള ലൈഫ് അവർ ജീവിക്കുന്നത്. നന്നായിട്ട് തന്നെ പാടി. കുറച്ച് ശ്രുതി പ്രശ്നങ്ങളാണ് ഫീൽ ചെയ്തത്. പിന്നെ ഈ പറഞ്ഞ പോലെ ആ ലോകമേ, സസ്റ്റെയിൻ, ഓ അങ്ങനെയുള്ള, പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ആസ് എ പെർഫോമൻസ് നോക്കുമ്പോൾ അത് നല്ല രസമുണ്ടായിരുന്നു. നല്ല കളറായിരുന്നു കാണാൻ. കളറായിരുന്നു, ഉള്ള എല്ലാ കളറും ഉണ്ടാവും സ്റ്റേജിൽ. ഓക്കെ. ഈ ചിടുക്കുന്റെ പേരെന്താ പറഞ്ഞത്? ശ്രീഗിരി. ഓക്കെ, അത്രേ ഉള്ളൂ. നന്നായിട്ട് തന്നെ പാടി. യെസ്. അങ്ങനെ കണ്ണീരിൽ ചാലിച്ച അല്ലേ ഏതാനും സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങളെല്ലാവരും കൂടെ ഞങ്ങൾക്ക് വേണ്ടി കാഴ്ചവെച്ചു. ഈ പറഞ്ഞൊക്കെ തന്നെയാണ് കുറച്ച് ആൾക്കാരെ സന്തോഷിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, ചിരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഇതൊരു ജോക്കർ എന്ന് പറഞ്ഞൊരു കാറ്റഗറി മാത്രമല്ല, നമ്മുടെ കോമഡിയൻസ് ആയിട്ടുള്ള അഭിനയിക്കുന്ന എല്ലാവർക്കും ഇത് ബാധകമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഒരുപക്ഷെ ഇന്നൊരു ഷോ ഉണ്ട്, അവിടെ പോയിട്ട് കോമഡി അവതരിപ്പിക്കാൻ പോകുമ്പോൾ അല്ലേ, ഇന്നത്തെ ഒരു പുതിയ ഷോയ്ക്ക് ഒരു കോമഡി അവതരിപ്പിക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ വീട്ടിലെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നടന്നു കാണും. പക്ഷെ അതൊക്കെ മാറ്റി വെച്ചിട്ടാണ് നമ്മളെ ചിരിപ്പിക്കുന്നത്. അപ്പം അതിൻ്റെ പുറകിൽ ഒരുപാട് മെൻ്റൽ സ്ട്രെസ് ആൻഡ് ടെൻഷൻസ് ഉണ്ട്.
അതൊക്കെ ഇവിടെ നല്ല ഭംഗിയായിട്ട് നിങ്ങൾ എല്ലാവരും കൂടെ അവതരിപ്പിച്ചൊരു വലിയ കാര്യം. ബ്യൂട്ടിഫുൾ ആയിരുന്നു. ആ തുടക്കം തൊട്ട് എൻഡ് വരെ നന്നായിരുന്നു. ഇനി ഓയും ആയും ഒക്കെ പോയി, സാരമില്ല, എന്ന് നോക്കിക്കൊണ്ടാ മതി, വലിയ പ്രശ്നമൊന്നുമില്ല. ഇപ്പോഴും ഞാൻ എവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ജീനായ ഹാ മറുനായ ഹാ, അവിടെ തന്നെ നിൽക്കുകയാണ്. ഇത് ഞാൻ എന്റെ തൊട്ടടുത്ത്. നമുക്ക് എല്ലാവർക്കും കൂടെ അതൊന്ന് പാടിയാൽ. പിന്നെ അല്ല ന്യായം. जीना यहाँ मरना यहाँ इसके सिवा जाना कहाँ. जीना यहाँ मरना यहाँ इसके सिवा जाना कहाँ. जी चाहे जब हमको आवाज दो, हम है वही, हम थे जहाँ. जीना यहाँ मरना यहाँ इसके सिवा जाना कहाँ. സൂപ്പർ. താങ്ക് യു ജഡ്ജസ്. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. അതാണ് ജീവിതം മോനെ. എല്ലാ മനുഷ്യർക്കും ദുഃഖമുണ്ട്. ആ ദുഃഖം മനസ്സിലടക്കി പിടിച്ചുകൊണ്ടാണ് നമ്മൾ വെളിയിൽ ഒരു മാസ്ക് ഇട്ടിട്ട് നടക്കുന്നത്. താങ്ക് യു ഫോർ ദിസ് എക്സലന്റ് പെർഫോമൻസ്. താങ്ക് യു സർ. ഓക്കെ, മാർക്സ് ചോദിക്കാം. ഷാനിക്ക. സഞ്ജയ് സാറേ 9. താങ്ക് യു ഷാനിക്ക. ശരത് സർ. മോനെ സഞ്ജയ്, ഇത് നമ്മൾ പാട്ടും ഉണ്ട്, അതിന്റെ കൂടെ നിങ്ങളുടെ ഈ പെർഫോമൻസ്, ഈ ആക്ടിന് അതും കൂടെ ചേർന്നിട്ടാണ് മാർക്ക് കേട്ടോ. പാട്ട് മാത്രമാണെങ്കിൽ നിനക്ക് 4.5 മാർക്കാണ്. അതുകൂടെ മനസ്സിലാക്കുക. ഇത്ര ഉണ്ടാവില്ല. അതാ ഞാൻ ആലോചിക്കുന്നത്. ആ, ഞെട്ടരുത് അതുകൊണ്ട്. 9 മാർക്സ്. താങ്ക് യു ശരത് സർ. ചേച്ചി. സഞ്ജയ്, ഈ പാട്ടിനും ഈ ആശയത്തിനും ഈ ഡെഡിക്കേഷനും ഈ സ്ക്രിപ്റ്റിനും ഈ എല്ലാത്തിനും 9.1. താങ്ക് യു ചേച്ചി. എം ജി സർ. പെട്ടയ്ക്കുന്ന മാർക്ക്. കെട്ടക്കട്ട ഈ കുടുക്കയ്ക്ക്. ഓ മൈ ഗോഡ്. ഓക്കെ, സോ ടോട്ടൽ 27.1. നിനക്ക് മാത്രല്ല നിങ്ങൾക്ക് കൂടെയാണ് താങ്ക്സ് കേട്ടോ. നിങ്ങൾ കാരണം ഇത്രയും മാർക്ക് അതെ കിട്ടിയത്. അതെ അതെ ഉറപ്പായിട്ടും. താങ്ക് യു ശ്രീഗിരി. ഓക്കെ ബൈ. താങ്ക് യു സോ മച്ച്.